ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ മോട്ടോർ പ്രോബ്ലം ആയിരുന്നു. ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചെയ്തിട്ടില്ലേ? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? സിഗ്മ 1 സിഗ്മ 2 അതിലൊക്കെ കിട്ടിയിരുന്നോ? മറുപടി ഇല്ലേ? ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ കോമ്പസ് വെച്ചിട്ട് കറക്റ്റ് ഡയമെൻഷൻ വെച്ചിട്ട് വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തിനോ ഇല്ലയോ? എന്താണ് അവസ്ഥ? എടാ മറുപടി വരാം. ചെയ്തോ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ നിങ്ങക്ക്? ഹലോ, എടാ മക്കളെ കേൾക്കുന്നില്ലേ? അപ്പൊ മറുപടി പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ചെയ്തിന്. കിട്ടിയ ആൻസർ കിട്ടിയ സിഗ്മ 1 ഒക്കെ പറഞ്ഞ കാര്യം തന്നെ കിട്ടിയിട്ടുണ്ടോ? ബാക്കിയുള്ള ആൻസേഴ്സ് തൽക്കാലം ഇപ്പൊ എന്റെ കയ്യിലില്ല. ആൻസേഴ്സ് വേണമെങ്കിൽ പിന്നീട് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ അതിന്റെ ആൻസർ ചെക്ക് ചെയ്യാം. അത് സോൾവ് ചെയ്തവിടെ വെക്കണം. ഓക്കെ, സിഗ്മ 1 വാല്യൂ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 23.5 ആണ്. തന്നെയാണോ കിട്ടിയത്? അല്ല, 235 അല്ലെ? 235 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് വരുന്നത്, ആണോ? 236. 236. വേരിയേഷൻസ് ഉണ്ടോ? സിമിലർലി സിഗ്മ 1 കിട്ടും. അതേപോലെ സിഗ്മ 1 ടോമാക്സും കൂടെ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂടെ വെക്കുക. നമുക്ക് എന്റെ കയ്യിൽ നിന്ന് ഞാൻ ടെക്സ്റ്റ് എന്റെ കയ്യിലില്ല. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്യാത്തവർ ചെയ്യണം. മോസിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബോത്ത് നമ്മുടെ ഈ അക്കാഡമിക്കലി നോക്കുമ്പോഴും അല്ലാതെ എന്താണ് മറ്റ് എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ബേസിസിൽ നോക്കുമ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് മോസിക്കിൾ. റൈറ്റ്? ഓക്കെ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മറുപടികളും പിന്നെ ഒരു പ്രോബ്ലം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതില് ഒരാള് മാത്രമാണ് അല്ലെങ്കിൽ രണ്ടാള് മാത്രമാണ് അതിന് മറുപടി പറയുന്നത് പറഞ്ഞാൽ അതിന് നമ്മളെന്താ മനസ്സിലാക്കാം? ഇതല്ല ഒരു മെക്കാനിക്കൽ ക്ലാസ് റൂമിന്റെ. ഹലോ, കേൾക്കുന്നല്ലേ? കട്ടാവുന്നു ചെറുതാ. ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. നമ്മള് ഒരു പ്രോബ്ലം ഒക്കെ തന്നാലേ അത് അറ്റംപ്റ്റ് ചെയ്ത് അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി പറയാതെ ബാക്കി ആരാണ് മറുപടി പറയാ എന്ന് നോക്കി നിൽക്കുന്ന ഒരു പ്രവണതയൊന്നും ഒരു മെക്കാനിക്കൽ ക്ലാസ് റൂമിന് ചേർന്നതല്ല. അപ്പോ ഒരു എന്താ പറയാ, മെക്കാനിക്കൽ ക്ലാസ്സിനുള്ള ഒരു എനർജി ഉണ്ട്. എനിക്ക് പലപ്പോഴും അത് കിട്ടുന്നില്ല. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട പോയിന്റ്സ് പൊതുവെ ബാക്കി നമ്മൾ നോക്കുമ്പോൾ പറയേണ്ട പോയിന്റ്സ് ഒക്കെ പറയുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ചോദിക്കുന്ന ഒരു ക്ലാസ് ആണ് പൊതുവെ നമുക്ക് മെക്കാനിക്കലിൽ നിന്ന് കിട്ടാറ്. അതായത് ആ ഒരു എനർജി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്തോ 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 എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോ അങ്ങനെ ആവാതെ നോക്കുക. അപ്പൊ ചോദിക്കുന്നതിനുള്ള മറുപടിയെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് തരാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് ഒരു എന്താ പറയാ, നമ്മളെല്ലാം കണ്ട മെക്കാനിക്കൽ അതാണ്. മെക്കാനിക്കലിൽ ഒരു എനർജി ഉണ്ട്. വെറുതെ റോയൽ മെക്കനൊക്കെ വെറുതെ അല്ല പറയുന്നത്. അപ്പൊ ആ ഒരു എനർജി നമ്മൾ കീപ്പപ്പ് ചെയ്യണം അവസാനം വരെ. കൂടിയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് പഠിക്കുന്ന കാര്യത്തിലും കൂടിയുള്ളവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു എനർജി ഉണ്ട്. ആ എനർജി നമുക്ക് ഫീൽ ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റെസ്പോൺസ് പലപ്പോഴും കിട്ടുന്നില്ല. ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ ഓൾറെഡി നമ്മൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
ഒന്നാമത് ഓൺലൈനാണ്, നിങ്ങളെ കാണുന്നില്ല. നിങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണ്ടേ? ഒരു 50% ഏതെങ്കിലും പ്രോപ്പറായിട്ട് ഉറപ്പ് വരുത്താതെ അപ്പൊ ഇതേ മാർഗുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യാം. നമ്മളിപ്പോ ഒരു ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിനുള്ള മറുപടി വരും. ഞാൻ ഈ ഒരു കാര്യം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പറയുന്ന ഒരേ ഒരു ക്ലാസ് ഇപ്പം ഇതാണ്. എനിക്ക് ഫൈനൽ ഇയറിന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അവരടുത്തൊന്നും എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമേ വരാറില്ല. കാരണം ചോദിക്കുന്നത് നിങ്ങൾ അടുത്ത മൊമെന്റിൽ മൾട്ടിപ്പിൾ പേര് ഒരിക്കലും ചാറ്റിൽ വരും, അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസ് തരും. ഇതിപ്പം ഒരുപാട് തവണയായിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ പറ, ആൻസർ പറ, അല്ല ചെയ്തോ, കിട്ടിയോ കിട്ടിയോ, എല്ലാരും കേൾക്കുന്നുണ്ടോ? ഒരു അവസ്ഥ വരുത്തരുത്. അതൊരു മെക്കാനിക്കൽ ക്ലാസ് റൂമിന് ചേർന്നതല്ല. ഓക്കെ ഓക്കെ റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അതെ, ഈ പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയോ? അല്ല അതും ഞാൻ സാർ പുകയിലെറിഞ്ഞത്. സാർ ഓക്കെ റൈറ്റ് ഫൈൻ. സി അപ്പോൾ മോർ സർക്കിളിന്റെ ടോപ്പിക് എന്നുള്ള ഏതാണ്ട് കംപ്ലീറ്റ് കൺസെപ്റ്റും ഒരുവിധ എല്ലാ കേസുകളും വരുന്ന പ്രോബ്ലമായി ജനറലൈസ്ഡ് ആയിട്ട് നമ്മൾ കുറെ മോർ സർക്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുവിധ എല്ലാ കൺസെപ്റ്റും വന്നു. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ബേസ്ഡ് പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, പക്ഷെ അത് ന്യൂമറിക്കൽ വാല്യൂ ഇല്ലാതെ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോർ സർക്കിൾ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ നേച്ചർ ഓഫ് സർക്കിൾ എങ്ങനെയായിരിക്കും എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം ഇത്രയും എക്സസൈസിനോട് തന്നെ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് മുകളിലെ സ്ട്രെയിൻ അറ്റ് എ പോയിന്റ്. ഓക്കെ, സ്ട്രെസ് അറ്റ് എ പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇനി സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് നമുക്ക് എങ്ങനെ കാണാമെന്ന് നോക്കാം. കുറെ 3 ഡയമെൻഷണൽ ഒബ്ജക്ട്. ഓക്കെ, സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് for a 3 dimensional object in Cartesian coordinate system. Cartesian coordinate സിസ്റ്റം. ഓക്കെ, ഇവിടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ശരിക്കും വരുന്നത്. സ്ട്രെസ് അറ്റ് ഈച്ച് പോയിന്റ് നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളതിന്റെ ഡെറിവേഷൻ വരുന്നത്. പക്ഷെ ആസ് പെർ യുവർ സിലബസ് അതിന് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ബേസിക് കാര്യങ്ങളിലൂടെ പോകാം. ഓക്കെ, സീനാ നമുക്ക് ഒരു ഒബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു റാൻഡം ഒബ്ജക്റ്റ് സെലക്ട് റാൻഡം ഒബ്ജക്റ്റ്. ഓക്കെ, സപ്പോസ് ഞാൻ പറയാം, ഒരു ഡിസ്ക് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സ്ലേറ്റ് എന്തെങ്കിലും 2 ഡയമെൻഷണൽ ആയിട്ട് ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെ ഒരു സർഫസ് അതുപോലത്തെ ഒരു സർഫസ്. ഓക്കെ, 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനൊരു എക്സ് ആക്സിസും അതിനൊരു വൈ ആക്സിസും ഉണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു ചെയറിന്റെ സർഫസ് ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ ഈ ഒബ്ജക്റ്റ് ഓരോ പൊസിഷൻ പറയണമെങ്കിൽ എനിക്ക് എന്താ അറിയണം? ഈ ഒരു എക്സ് ഡിസ്റ്റൻസും അറിയണം, അതുപോലെ ഈ ഒരു വൈ ഡിസ്റ്റൻസും അറിയാമെങ്കിൽ എനിക്ക് അതിന്റെ പൊസിഷൻസ് റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലൊരു ഒബ്ജക്റ്റ് ഞാനിപ്പോ ഇതിനെ ഹൊറിസോണ്ടലി പിടിച്ച് വലിക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു ഫോഴ്സ് ഇതിനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ഇത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യും അല്ലെ. അപ്പൊ അടുത്തൊരു പൊസിഷൻ ഏതാണ്ട് ഇതുപോലൊരു പുതിയ പൊസിഷനിലേക്ക് ഇതെത്തും. അങ്ങനെ അങ്ങനെ പൊസിഷൻ മാറി 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 അതങ്ങ് മുന്നിലേക്ക് പോകും. നേരെ മറിച്ച് വെർട്ടിക്കൽ ഡയറക്ഷനാണ് വരയ്ക്കുന്നതെങ്കിൽ യെസ്, അത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ തന്നെ ഓരോ പോയിന്റ്സും. സോ ഒരു മെറ്റീരിയലിന്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വിൽ മൂവ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഫൈൻ. നൗ സി ഒരു ഒബ്ജക്റ്റില് നമുക്കറിയില്ല, ചിലപ്പോൾ പല ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ പണ്ട് കാലം തൊട്ട് പറയുന്നത് നമ്മള് ഇതൊക്കെ ഒരു സിംഗിൾ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന കേസസ് ആണ് അതെ. പക്ഷെ ആക്ച്വൽ സിനേറിയോയില് ദർ ആർ ഒബ്ജക്ട്സ് for which the forces are acting in almost different directions അല്ലെ. നമുക്ക് ഇപ്പൊ ഒരു ഒബ്ജക്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. ഓക്കെ, പല ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. നൗ ഇഫ് സപ്പോസ് the resultant of all the forces is in this direction, ഓക്കെ, ഈ ഡയറക്ഷനിലാണ് അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് വരുന്നതെങ്കിൽ, ഓക്കെ, അങ്ങനെയാണ് വരുന്നതെങ്കിൽ then it will have, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ മെറ്റീരിയൽ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക അല്ലെ. ഈ ഒരു മെറ്റീരിയൽ മൂവ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്കായിരിക്കും. എന്ന് വെച്ചാൽ ഈച്ച് കോമ്പണന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം. ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പോയിന്റ് ഇവിടെ എത്തി അല്ലെ. എന്ന് വെച്ചാൽ there is a finite x displacement and there is a finite y displacement. ശരിയല്ലേ? ഒരു ഒബ്ജക്ട് എക്സ് ഡയറക്ഷനോ വൈ ഡയറക്ഷനോ അല്ലാതെ വേറൊരു ഡയറക്ഷനിലാണ് അത് ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, ഇതുപോലെ ഒരു ഒബ്ജക്ട്, ഇതായിരുന്നു എന്റെ ഒബ്ജക്ട്, അതിലൊരു പോയിന്റ് ഞാൻ പി എടുത്തു. ഇതിപ്പോ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഒബ്ജക്ട് മൂവ് ചെയ്തത് ഇങ്ങനെയാണ്. അതിന്റെ ന്യൂ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ആ പോയിന്റ് പി. പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ
ഇതില് ഒരു ഫൈനൈറ്റ് എക്സ് ഡിസ്റ്റൻസ് മൂവ്മെന്റും വന്നു, ഒരു ഫൈനൈറ്റ് വൈ ഡിസ്റ്റൻസ് മൂവ്മെന്റും വന്നു. ശരിയല്ല? എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലായോ? യെസ്, എക്സ് ഡിസ്റ്റൻസ് ആൻഡ് വൈ ഡിസ്റ്റൻസ് മൂവ്മെന്റ് ഉണ്ട്, റൈറ്റ്. അപ്പൊ ഒരു പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് മൂവ്സ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഇൻ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ. Therefore, ഈ ഒരു കേസിൽ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ തന്നെ ഈ ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് is denoted by a displacement along x direction is denoted using the symbol u. Okay, u എന്ന് പറയുന്നത് is actually a function of x and y, അല്ലെ? u എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ്, ഇതിന്റെ എക്സ് ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെ വന്നു? അതിൽ എക്സ് കോമ്പണന്റ് എഫക്ട് ഉണ്ട്, അല്ലെ? ഇതിൽ ഇവിടത്തേക്ക് മൂവ് ചെയ്തതിലെ ഫൈനൽ പോയിന്റ് എടുത്ത് നോക്കിയാൽ there is an x കോമ്പണന്റ് എഫക്ട് വരുന്നുണ്ട്, പ്ലസ് y കോമ്പണന്റ് എഫക്ട് വരുന്നുണ്ട്. Now similarly, displacement along the y direction is denoted by v. Okay, ഇതൊക്കെ നമ്മൾ പഴയ മാത്സിൽ പഠിക്കുന്ന കാര്യമാണ്. യു വി ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും, right? And that is also affected by both x and y. Now this is a case for a two-dimensional condition, right? Now if suppose I am taking this to the next level, that is to the three-dimensional case ലേക്ക് ഞാൻ ഇതിനെ എടുത്തു കൊണ്ടുപോവാണെങ്കിൽ ഇതെന്താന്ന് വെച്ചാൽ your u will be a function of x, y and z, and v will be a function of x, y and z. ഒരു കല്ലെടുത്തിട്ട് നമ്മൾ സ്പേസിൽ എറിയാണെന്ന് വിചാരിക്കാം. നമ്മൾ ഒരു കല്ലെടുത്തിട്ട് ഒരു മാവിലേക്ക് എറിയാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ കല്ലിന്റെ ഓരോ പൊസിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിലും നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് അതുവരെയുള്ള ഹൈറ്റ്, നമ്മളിൽ നിന്ന് അതുവരെയുള്ള ഡിസ്റ്റൻസ്, പിന്നെ അതുപോലെ നമ്മൾ ഒരു കോർഡിനേറ്റ്, ഒരു ത്രീ ഡയമെൻഷണൽ കോർഡിനേറ്റ് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് പോയിന്റ് പറയാൻ പറ്റുള്ളൂ. ഒരു കല്ലെടുത്ത് എറിയുന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഓരോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും സെറ്റും ആയിരിക്കും. ഓക്കെ, സിമിലർലി z കോമ്പണന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് w, and that w is also a function of x, y and z. So these are the components for the displacement for a three-dimensional condition. Okay, u, v, w ആണ് അതിന്റെ notation, and each displacement along each direction is a function of x, y and z. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെറിവേഷൻ വേണ്ട, നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് മെട്രിക്സ് നമുക്കറിയാം. സ്ട്രെസ്സിന്റെ കണ്ടീഷനിൽ നമുക്കറിയാം അതിൽ 9 കോമ്പണൻസ് ഉണ്ടായിരുന്നു. സിഗ്മ എക്സ് എക്സ്, ടോ എക്സ് വൈ, ടോ എക്സ് സെഡ്, ടോ വൈ എക്സ്, സിഗ്മ വൈ വൈ, ടോ വൈ സെഡ്, ടോ സെഡ് എക്സ്, ടോ സെഡ് വൈ ആൻഡ് സിഗ്മ സെഡ് സെഡ്. ഇപ്പൊ ഇത്രയും കോമ്പണൻസ് ഉണ്ടായിരുന്നു, 9 കോമ്പണൻസ് ഉണ്ടായിരുന്നു. അതിൽ ഈ ഡയഗണലിലുള്ള കോമ്പണൻസ് ആയിരുന്നു നമ്മളെ നോർമൽ സ്ട്രെസ്സസും അതുപോലെ പിന്നെ അതിന്റെ ബാക്കി കോമ്പണൻസ് ആയിരുന്നു നമ്മൾ ഷിയർ സ്ട്രെസ് കോമ്പണൻസ്, അല്ലെ? നൗ സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ സ്ട്രെസ് കോമ്പണൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ കോമ്പണൻസും നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്, right? So in that case your strain, നമുക്ക് ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ കിട്ടും. ഈ സ്ട്രെയിൻ ഒക്കെ കിട്ടുന്നത് വിത്ത് റെസ്പെക്ട് ടു ഈ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ എക്സ് ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ആ എക്സ് ഡയറക്ഷനിൽ ഒരു നോർമൽ സ്ട്രെയിൻ ഉണ്ട്, വൈ ഡയറക്ഷനിൽ ഒരു നോർമൽ സ്ട്രെയിൻ ഉണ്ടാവും. ഇവിടെ നോർമൽ സ്ട്രെസ് along x, നോർമൽ സ്ട്രെസ് along y, നോർമൽ സ്ട്രെസ് along z ഉണ്ട്. സിമിലർലി നോർമൽ സ്ട്രെയിൻ, ഈ നോർമൽ സ്ട്രെസ് കൊണ്ട് അവിടെ ഒരു നോർമൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നോർമൽ സ്ട്രെയിൻ along x ഡയറക്ഷൻ, നോർമൽ സ്ട്രെയിൻ along y, നോർമൽ സ്ട്രെയിൻ along z ഡയറക്ഷൻ ഒക്കെ നമുക്ക് കിട്ടും. ആൻഡ് യുവർ സ്ട്രെയിൻ മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ദി സ്ട്രെസ് മെട്രിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഇങ്ങനെയാണ് അതിന്റെ സ്ട്രെയിൻ മെട്രിക്സ് വരിക. ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ആസ് എപ്സിലോൺ is equal to epsilon xx gamma xy by 2. സോറി, സ്ട്രെയിൻ മെട്രിക്സ് എങ്ങനെ, ഇപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടില്ല പോലും ഈ മെട്രിക്സ് എങ്ങനെയാണെന്ന് ഓർത്താൽ മതി. Your strain matrix is given by epsilon is equal to epsilon xx gamma xy by 2 gamma xz by 2 gamma yx by 2 epsilon yy gamma yx by yz by 2. Okay, gamma zx by 2 gamma zy by 2 and epsilon zz. Okay, see, ഇതാണ് കോമ്പണന്റ്, ഇതാണ് each and every component. Now this gamma xy by 2
is actually, then നമുക്ക് രണ്ട് തരത്തിൽ represent ചെയ്യാം. Epsilon xy എന്നും പറയാം. Okay, so that means your strain matrix you can represent in two ways. That is, your epsilon is equal to epsilon xx, epsilon xy, epsilon xz, uh, epsilon yx, epsilon yy, epsilon yz, epsilon zx, epsilon zy, epsilon zz. Okay, so ഇത്രയാണ് common. So you can represent this one as like this also. That means your epsilon xy is actually gamma xy by 2 ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ പറയാം എന്താണ് ഏതാണ്. ഇപ്പൊ കുറച്ചൊരു എന്താ പറയാ, ഒരു പുകമറ പോലെ ആയിരിക്കും ഇപ്പൊ ഉണ്ടാവുക. Now, here your gamma xy is actually called, gamma xy is your engineering shear strain. Is called is your engineering shear strain, and epsilon xy is equal to gamma xy by 2 is your tensorial shear strain. Tensorial shear strain. ഞാനിപ്പോ കുറെ കോമ്പണൻസ് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ഇത് എങ്ങനെയാണെന്നുള്ള എന്റെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. കറസ്പോണ്ടിങ് ടു സ്ട്രെസ് മെട്രിക്സ് യു ഹാവ് എ സ്ട്രെയിൻ മെട്രിക്സ് എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ടു ദിസ് മീൻ 9 കോമ്പണൻസ് ഇൻ സ്ട്രെസ് മെട്രിക്സ് യു വിൽ ഗെറ്റ് 9 കോമ്പണൻസ് ഇൻ സ്ട്രെയിൻ മെട്രിക്സ്, ആൻഡ് ദീസ് ആർ ദ 9 കോമ്പണൻസ്. പക്ഷെ അതിലൊരു വ്യത്യാസം വരുന്നത്, യു ക്യാൻ ഐദർ റെപ്രസെന്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ്. ഓക്കെ, എപ്സിലോൺ എക്സ് വൈ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. Okay, or you can represent it like this. Okay, gamma xy by 2 എന്നുള്ള formula നമുക്ക് represent ചെയ്യാം. And where your epsilon xy is actually equal to gamma xy by 2. Gamma xy ആണ് നമ്മൾ പറയാ engineering shear strain എന്ന് പറയും. Epsilon xy is your tensorial shear strain. Fine. Okay, അപ്പോൾ ഒരു engineering shear strain matrix എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. Engineering shear strain matrix, you can represent it as, so this is very important, എന്താണെന്നുള്ളത്, engineering shear strain matrix can be represented as epsilon xx, gamma xy, gamma xy, gamma xz, gamma yx, epsilon yy, gamma yz, gamma zx, gamma zy, epsilon zz. Okay, so this is your engineering strain matrix. Engineering strain matrix. Now, and tensorial strain matrix is epsilon xx, gamma xy by 2, gamma xz by 2, gamma yx by 2, gamma epsilon yy, gamma yz by 2, gamma zx by 2, gamma zy by 2, and epsilon zz. Okay, so this is your tensorial strain matrix, and this one is your engineering strain matrix. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. Corresponding to your stress matrix you have strain matrix. Strain matrix തന്നെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് represent ചെയ്യാം. Okay, രണ്ട് തരത്തിലുള്ള representation ആണ്. One is as an engineering shear strain matrix, and the second one is as a tensorial strain matrix. Okay, tensorial കേസിൽ gamma xy by 2 ആണ് വരിക. When engineering strain is the gamma xy, right? And your gamma xy is actually your shear strain, right? Now, what is the relationship between the epsilon xx strain matrix, strain values അതുപോലെ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനാണ് ആക്ച്വലി ഒരു ഡെറിവേഷൻ വരുന്നത്. But since your syllabus is not demanding this derivation, നമുക്ക് directly final equations മാത്രം എടുക്കാം. Okay, അതെങ്ങനെ ഓർത്ത് വെക്കേണ്ടതെന്നും പറയാം. Okay, so problem point of view എന്ത് വേണമെന്നുള്ളത് മാത്രം പറയാം. Okay, right. So your epsilon xx, where your epsilon xx is actually dou u by dou x. Okay, is given by dou u by dou x. Now epsilon yy is dou v by dou y, and epsilon zz is equal to the partial derivative of w with respect to x. Now these are the normal strains. These are the normal strains. Right. Now we will find the shear strains. Now shear strains, our mono shear strains are where your gamma xy is equal to dou v by dou y plus dou u by dou x.
sorry, dou v by dou x ആണ്, sorry. Dou v by dou x dou u by dou y. Gamma yz is equal to dou v by dou z plus dou w by dou y, and gamma zx is equal to dou w by dou x plus dou u by dou z. Okay, so these are the shear strain values, right? Okay, ഇത്രയാണ് നമ്മൾ ഷിയർ സ്ട്രെയിനും ഇത്രയാണ് നോർമൽ സ്ട്രെയിൻ വാല്യൂസും. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ സ്ട്രെയിനും ഷിയർ സ്ട്രെയിൻ വാല്യൂസും വരുന്നത് ഫോർ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്? സോ ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഒന്ന് അറിയുന്നുണ്ടോ? ഈ കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്, മനസ്സിലാക്കുന്നു. കേൾക്കുന്നില്ലേ? ഹലോ, കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ വളരെ 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 സിമ്പിൾ ആണ്. ഒന്നുമില്ല, ആ പ്രോബ്ലം ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. കാരണം ഇതിന്റെ ഇൻഡെപ്ത് ലോജിക്കിലേക്ക് നിങ്ങൾ പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് പോകണമെങ്കിൽ ശരിക്കും അത് അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ വരുന്ന സാധനമാണ്. അപ്പൊ അത് ആ ഓർഡറിൽ തന്നെ അത് മനസ്സിലാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ വെച്ച് പറഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് ഓഫ് ടൈം ആണ്. നിങ്ങൾക്ക് ഒരു ബേസിക് പ്രോബ്ലം മാത്രമേ നിങ്ങളുടെ സിലബസ് പറയുന്നുള്ളൂ. സിമ്പിൾ പ്രോബ്ലം ഫ്രം സ്ട്രെയിൻ മെട്രിക്സ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു, അത് ബേസ് ചെയ്ത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. സ്ട്രെയിൻ സ്ട്രെസ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ മെട്രിക്സ് എടുത്തു. സ്ട്രെയിൻ മെട്രിക്സ് പക്ഷെ നമുക്കറിയാം രണ്ട് തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ആ രണ്ട് തരത്തിലുള്ള റെപ്രസെന്റേഷൻ എടുത്തു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചിലപ്പോൾ നമ്മളോട് ചിലപ്പോൾ പറയും റെപ്രസെന്റ് ആസ് സ്ട്രെയിൻ മെട്രിക്സ്, ഓക്കെ, റെപ്രസെന്റ് ഇറ്റ് ആസ് ടെൻസോറിയൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ലെങ്കിൽ റെപ്രസെന്റ് ഇറ്റ് ആസ് എന്താണ് എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനൊക്കെ പറയും. ഓക്കെ, അതുകൊണ്ടാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്തായാലും എഴുതണം, നിർബന്ധമായിട്ട് നോട്ട് എഴുതണം. ഒരു പ്രോബ്ലം നമുക്ക് ഒരു പ്രോബ്ലം മെത്തഡോളജിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് വരുന്ന പ്രോബ്ലം നോർമലി യു വിൽ ബി given u, v and w, okay, in terms of x, y, z. For example, നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന വിചാരിക്കാം. ഓക്കെ, 2x I cap plus 3j cap 2y j cap അല്ലെങ്കിൽ 3y j cap എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 വാല്യൂ ഉണ്ടാവും. സിമിലർലി ബിയും തരും. സിമിലർലി യു വിൽ ബി ഗിവൺ എ w വാല്യൂ. ഓക്കെ, ആൻഡ് യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഓർ റൈറ്റ് ദിസ് ഇൻ ഫൈൻഡ് ദ strains and represent it as a strain tensor എന്ന് പറയും. ഓക്കെ, ടെൻസോറിയൽ റെപ്രസെന്റേഷനിൽ ഇത് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റൻ ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് യു വി ഡബ്ല്യു വിൽ ബി യുവർ ഗിവൺ വാല്യൂ. ഇഫ് യു ആർ ഗിവൺ യു വി ആൻഡ് ഡബ്ല്യു, പിന്നെ എന്ത് ചെയ്താൽ മതി? യുവർ എപ്സിലോൺ എക്സ് എക്സ് ഇസ് ആക്ച്വലി ഡോ യു ബൈ ഡോ എക്സ്. ഓക്കെ, യു അറിയാം, ഡോ യു ബൈ ഡോ എക്സ് ചെയ്യാം. നമ്മൾ പണ്ട് കാലം തൊട്ടേ ചെയ്യുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ആൻഡ് ഫൈൻഡ് whatever it is. Okay, for at a point, ചിലപ്പോൾ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആണ് at the point 1, 2, 3. അപ്പൊ എക്സ് വാല്യൂക്ക് ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈക്ക് എത്രയാണ് വാല്യൂ വരുന്നത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻഡ് ഫൈൻഡ് എപ്സിലോൺ എക്സ് എക്സ്. നമുക്ക് ഒരു സിംഗിൾ വാല്യൂ കിട്ടും. സിമിലർലി ഡോ വി ബൈ ഡോ വൈ കാണാം, ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് കാണാം. സിമിലർലി ഷിയർ സ്ട്രെയിന്റെ കേസിലും ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, അത് സോൾവ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പൊ ക്ലിയർ ആവും. ഇത് എങ്ങനെ ഓർത്ത് വെക്കാന്ന് ചോദിച്ചാൽ, for the normal strains epsilon xx epsilon yy epsilon zz ന്റെ കേസിൽ you are actually x ന് corresponding ആണ് u അല്ലെ. take the partial derivative of u with respect to x. v ക്ക് corresponding ആണ് v, അതുകൊണ്ട് v ന് ഒരു one time partial derivative with y എടുക്കാം. z ന് corresponding ആണ് w ന് one time derivative എടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് വളരെ സിമ്പിൾ ആണ്, ഓർത്തിരിക്കാൻ. ഓരോ സ്ട്രെയിൻ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാം. Now, shear strain കേസിൽ വരുമ്പോൾ ഗാമ എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സിന് കറസ്പോണ്ടിങ് യു ആണ് അല്ലെ. സോ ഡിവൈഡ് യു ബൈ വൈ. ഓക്കെ, നേരെ തിരിയും. അപ്പോ വിക്ക് കറസ്പോണ്ടിങ് എക്സ് വരും, യുക്ക് കറസ്പോണ്ടിങ് വൈ വരും, അത്രേ ഉള്ളൂ. സിമിലർ അടുത്ത കേസ് ഗാമ വൈ സെഡ് ആണെങ്കിൽ വിക്ക് കറസ്പോണ്ടിങ് സെഡ് വരും, ഡബ്ല്യു കറസ്പോണ്ടിങ് എന്ന് വെച്ചാൽ വൈയും സെഡും ആണ് ഉള്ളത്, അപ്പൊ വിയും ഡബ്ല്യു ആണ്. W corresponding dou y വരും, V corresponding dou z വരും. Similarly അടുത്ത കേസ് ZX ന്റെ കേസിൽ W ന് corresponding ആയിട്ട് X. ഓക്കെ, W Z ന്റെ ആണ്, divided by X dou U by dou Z. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ആൻഡ് ഫൈൻഡ് ദ സ്ട്രെയിൻ മാട്രിക്സ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഡയറക്റ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്.
Right. So ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തിട്ടൊന്ന് ഉറപ്പിക്കാം. Okay. So write down the question. Write down the question. First one. The displacement field. The displacement field of a body is given by. Body is given by vector u is equal to x square plus y I cap plus 3 plus z j cap plus x square plus 2y k cap into 10 to the power minus 2 centimeter. Estimate first part displacement and second part first part e plus z and x square plus 2y. Okay, estimate. Okay, sorry, last part of the estimate estimate for the point 1 2 3 for the point 1 comma 2 comma 3 centimeter on the original body first part of the question components of engineering stream and B part tensorial stream. Engineering stream and tensorial stream. Okay, that's it. For the displacement field of the body given by this one, estimate for the point 1 2 3 on the original body components of engineering stream and tensorial stream. Question ചെയ്തില്ലേ? അല്ല Sir. സോൾവ് ചെയ്യാം, പെട്ടെന്ന് സോൾവ് ചെയ്യാം. പെട്ടെന്ന് സോൾവ് ചെയ്യാം. Okay, right. So here, ഈ ഒരു മോഡൽ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. See ഇവിടെ your displacement field is given in the question. Displacement field തന്നിട്ടുണ്ട് അല്ലേ? So that means your u is equal to എന്താ x square plus y into I cap plus 3 plus z into j cap plus x square plus 2y k cap into 10 to the power minus 2 centimeter ആണ്. Right. ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ വെക്ടർ യു എന്ന് ഇതിപ്പോ യു കോമ്പണന്റ് അല്ല തന്നത് അല്ലെ, ഇത് വെക്ടർ യു എന്ന് പറയുന്നത് ശരിക്ക് യു ഐ ക്യാപ് പ്ലസ് വി ജെ ക്യാപ് പ്ലസ് ഡബ്ല്യു കെ ക്യാപ് ആണ്. റൈറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? See here your x square plus y represents u, 3 plus z represents v, and x square plus 2y represents your w. So that means
your u value is nothing but x square plus y, v is nothing but 3 plus z, and w is nothing but x square plus 2y into 10 to the power minus 2 ഉണ്ട് അല്ലെ, into 10 to the power minus 2 into 10 to the power minus 2. അല്ലെ, അപ്പൊ ഇതാണ് എന്റെ യു വി ഡബ്ല്യു കോമ്പണൻസ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, എനിക്ക് നമ്മളോട് കാണാൻ പറഞ്ഞ എന്താ, കോമ്പണൻസ് ഓഫ് എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ അല്ലെ. എഞ്ചിനീയറിംഗ് സ്ട്രെയിനിന്റെ കേസിൽ നമുക്കറിയാം, അത് ഇവിടെയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കുന്നത്. എന്താണ് എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം, അതുപോലെ എന്താണ് ടെൻസോറിയൽ സ്ട്രെയിൻ ക്ലിയർ ആയിരിക്കണം അല്ലെ. എഞ്ചിനീയറിംഗ് സ്ട്രെയിനിന്റെ കേസിൽ നമുക്കറിയാം, എഞ്ചിനീയറിംഗ് സ്ട്രെയിനിന്റെ കേസിൽ മെട്രിക്സ് ഇങ്ങനെ വരും, എപ്സിലോൺ എക്സ് എക്സ്, ഗാമ എക്സ് വൈ, ഗാമ എക്സ് സെഡ്, ഗാമ വൈ എക്സ് അല്ലെ, ഡിവൈഡ് ബൈ 2 വരുന്നത് ടെൻസോറിയൽ സ്ട്രെയിനിന്റെ കേസിലാണ്. എഞ്ചിനീയറിംഗ് സ്ട്രെയിനിന്റെ കേസ് ഡിവൈഡ് ബൈ 2 ഇല്ല, റൈറ്റ്. ഷിയർ സ്ട്രെയിനിന്റെ കേസ് ഡിവൈഡ് ബൈ 2 ഇല്ല, റൈറ്റ്. സോ ദിസ് ഇസ് എ മാട്രിക്സ്, റൈറ്റ്. സോ എന്ന് വെച്ചാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ സെഡ് സെഡ്, ഗാമ എക്സ് വൈ, ഗാമ വൈ സെഡ് ആൻഡ് ഗാമ സെഡ് എക്സ്, റൈറ്റ്. ഇനി അത് കാണാൻ എന്ത് ചെയ്താൽ മതി, സോ യുവർ എപ്സിലോൺ എക്സ് എക്സ് എങ്ങനെ കാണാം, ഇസ് നത്തിങ് ബട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഇസ് യുവർ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, റൈറ്റ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ആണ് അല്ലെ, ഓർ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 2x, right. Right. Now similarly, epsilon y y അല്ലെ, അടുത്ത കാണാൻ പറഞ്ഞ epsilon y y ആണ്. So that is nothing but dou v by dou y അല്ലെ. That means that is nothing but dou by dou y of v എത്ര, 3 plus z ആണ്, 3 plus z ആണ്. ഇതിൽ y കോമ്പണന്റ് ഒന്നുമില്ല, that means this value is 0. Now epsilon z z is equal to dou w by dou z, dou by dou z of എന്താ x square plus 2y, ഇതിലും z കോമ്പണന്റ് ഇല്ല, that means you will get 0, right. So first part കഴിഞ്ഞു, നോർമൽ സ്ട്രെയിൻ ഒക്കെ കഴിഞ്ഞു. ഇനി now you have to find the shear strain gamma xy. ചെയ്തോ, പെട്ടെന്ന് ചെയ്തു പറഞ്ഞ. ഗാമ എക്സ് വൈ നമുക്കറിയാം, ആസ് പെർ ദ ഇക്വേഷൻ എന്താ, ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ആണ്. സോൾവ് ഇറ്റ്, ടെൽ മി ദ ആൻസർ. പെട്ടെന്ന് ചെയ്യാം, ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് എടുക്കാവേ. Sir, one now. നോക്കാം, നോക്കിപ്പോ തന്നെ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് വി അല്ലെ, വി എന്തായിരുന്നു, 3 പ്ലസ് സെഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് യു എന്തായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ അല്ലെ. 3 പ്ലസ് സെഡ് ആണ്, കോമൺ എല്ലാം പോകും. യെസ്, എന്ത് കിട്ടും, ഗെറ്റ് 1, റൈറ്റ്. സിമിലർലി ഗാമ വൈ സെഡും ചെയ്യാം, ഗാമ സെഡ് എക്സും ചെയ്യാം. പെട്ടെന്ന് ചെയ്ത് നോക്കിയാൽ dou by dou y of w dou v by dou z ചെയ്യാം. dou by dou y of w എന്താണ്, x square plus 2y plus dou by dou z of v plus z. സർ അതിൽ 10⁻²? ആ വേണം വേണം, എല്ലാ കേസിലും വരും 10⁻². അത് നമുക്ക് എല്ലാം കോമൺ ആണല്ലോ, അങ്ങനെ പറയാം. എങ്ങനെ ലാസ്റ്റ് റെപ്രസെന്റ് എങ്ങനെയാന്ന് പറയാം, കൂടുതൽ വരും. 2x into 10⁻² വരും, അങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. into 10⁻² വരും, അല്ലെങ്കിൽ നമുക്ക് മാട്രിക്സിന്റെ പുറത്തിട്ടാലും മതി, പറയാം. സെക്കൻഡ് കേസ് എന്ത് കിട്ടി, 3. yes, 2 plus 1 വരും. So the value is 3, right. Now gamma zx അല്ലെ, dou by dou z of x അല്ലെ, dou by dou z of x, x square, so x square plus y plus dou by dou
എക്സ് ഓഫ് സെഡ് അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 2y എന്ത് കിട്ടി? തേർഡ് കേസ് സർ 2x അല്ലേ? 2x അല്ലേ? യെസ് 2x. നമുക്ക് പിന്നെ മാട്രിക്സ് ഫോമിലേക്ക് എടുക്കാം. സെക്കൻഡ് നമുക്ക് ആ വാല്യൂസ് ഒന്ന് മാട്രിക്സ് ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ കിട്ടും? സ്ട്രെയിൻ മാട്രിക്സ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എന്താ വരിക? 2x and 2x ബാക്കി വാല്യൂസ് എന്തൊക്കെയായിരുന്നു? എപ്സിലോൺ എക്സ് എക്സ് 2 എപ്സിലോൺ വൈ വൈ 0 മറ്റേത് രണ്ടും 0 അല്ലേ? മറ്റേതും 0. ഷിയർ സ്ട്രെയിൻ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഇസ് ഗാമ എക്സ് വൈ ഇസ് 1 ഇൻറ്റു നമുക്ക് 10⁻⁻2 ഇതിന്റെ പുറത്ത് വെക്കാം. ഓക്കെ 1 1 എന്തായിരുന്നു? ഗാമ വൈ സെഡ് ഇസ് is 3 അല്ലെ? സെഡ് എക്സ് 2x സെഡ് എക്സ് 2x അല്ലെ? സെഡ് എക്സ് 2x 2x 3 3 into 10⁻⁻2 ഇതാണ് നമ്മളെ സ്ട്രെയിൻ വാല്യൂ റൈറ്റ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ നമുക്ക് പറയുന്നത് എന്താ? എസ്റ്റിമേറ്റ് ഫോർ ദ പോയിന്റ് 1 2 3 ആണ് അല്ലെ? ഈ പെർട്ടിക്കുലർ പോയിന്റ് 1 2 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പണൻസ് ഓഫ് എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ ആണ് കാണാൻ പറയുന്നത്. സോ അപ്പൊ നമുക്ക് ഇവിടെ സ്ട്രെയിൻ കിട്ടിയത് ജനറലൈസ്ഡ് സ്ട്രെയിൻ വാല്യൂ, ഇവിടെ എക്സ് വാല്യൂ വേരിയബിൾ ആണ് വരുന്നത് അല്ലെ? സോ ഫോർ ദ പോയിന്റ് എന്തായിരുന്നു? 2 3 4 അല്ലേ? 1 2 3 സോറി ഓക്കെ. അപ്പൊ ദ പോയിന്റ് 1 2 3 എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ വെച്ചാൽ എക്സ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സെഡ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ? ഇവിടെ ഇപ്പം ബാക്കി സെഡ് വാല്യൂ ഒന്നും ഇല്ല. സോ ആ കൂടെ നമുക്ക് എക്സ് വാല്യൂ ഉള്ളൂ. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് എക്സ് വാല്യൂ യു വിൽ ഗെറ്റ് ദ സ്ട്രെയിൻ ആസ് 2 1 2 1 0 3 2 3 0 into 10⁻⁻2 is the final strain value for your engineering strain tensor. So your engineering strain tensor is this one 2 1 2 1 0 3 2 3 0 into 10⁻⁻2. Right. Second part of the question, second part of the question also determine the tensorial strain. Tensorial strain gamma xy divided by 2g. So the tensorial shear strain is equal to 2 normal stress values normal strain values are the same. Shear strain value, this will become 1 by 2, this will become 2 by 2 or 1, again 1 by 2 1 3 by 2 3 by 2. Now this is your tensorial shear strain. That's it. Right. So this is strain problem. Simple. കൺസെപ്റ്റ് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പ്രോബ്ലംസ് വളരെ 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 സിമ്പിൾ ആയിരിക്കും അല്ലേ? സിമ്പിൾ അല്ലേ? എന്താ അഭിപ്രായം എന്താ? ഓക്കെ. അപ്പോൾ അത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത സെക്കൻഡ് അസൈൻമെന്റിൽ ഞാൻ തരാം. നിങ്ങൾ ഫസ്റ്റ് അസൈൻമെന്റ് ഞാൻ എല്ലാവരും നോക്കി കഴിഞ്ഞിട്ടില്ല. അതും ഇടാം. നാളെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്യാം. പ്രിഫറബിളി നാളെയോ അല്ലെങ്കിൽ ഈ വീക്കെൻഡോ കൊണ്ട് ഞാൻ ഫസ്റ്റ് നിങ്ങളെ അസൈൻമെന്റ് ഫുൾ ആയിട്ട് നോക്കിയിട്ട് തരാം. ഓക്കെ. അത് ഓരോരുത്തരെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കും. അതാണ് ടൈം എടുക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ശരി. താങ്ക് യു. അറ്റൻഡൻസ് ഈ സമയമാകുമ്പോഴേക്കും എല്ലാവരും എത്തിയല്ലേ?